ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. ശരിക്കും മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഇത്. ശരിക്കും ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് നമ്മൾ കാർത്തിക് സൂര്യ ഇല്ലേ, അവൻ്റെ ബമ്പർ ചിരിയിലൊക്കെ ആങ്കറായിട്ട് വന്നിട്ടുള്ളത്, അവന് ഒരു ചാനലുണ്ട്. അവൻ്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ അവൻ്റെ ചാനലിൽ ഷാസ്ബ്രോൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ്റെ റെസിപ്പിയാണ്. ശരിക്കും എന്താ പറയുക, അത്രയും അടിപൊളി. താങ്ക് യു ബ്രോ, അത്രയും അടിപൊളിയാണ്. ഇത്രയും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്ന അത്രയും അടിപൊളി റെസിപ്പി. എന്താ പറയുക, ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി, നോർമൽ മുളക് പൊടി, പിന്നെ ക്രഷ്ഡ് ചില്ലി, പെരിഞ്ജീരകം, പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ അരിപ്പൊടി, കോൺഫ്ലവർ, ലെമൺ ജ്യൂസ്, എഗ്ഗ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മുഴുവൻ പെരിഞ്ജീരകവും, ഏലക്കയും ഗ്രാമ്പും പട്ടയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ മെയിനായിട്ടുള്ള വെളിച്ചെണ്ണയും. അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പെരുംജീരകത്തിൻ്റെ പൊടിയില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ പെരുംജീരകവും കുരുമുളകും കൂടി പൊടിച്ചു. എന്നിട്ട് ഓരോ ടീസ്പൂൺ വീതം എല്ലാ പൊടികളും ഇട്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി, 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇത് നന്നായിട്ട് ചതച്ച് നമ്മൾ ചതച്ച കല്ലിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കുക ചെയ്തത് കേട്ടോ. ചിക്കൻ അപ്പോൾ അത് ചതച്ചിട്ട് മാറ്റി വെച്ചു. ഇനി ആ പൊടികളിലേക്കൊക്കെ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. എന്താ വെച്ചാൽ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് മാരിനേറ്റ് ചെയ്യുമ്പോഴാണ് ആ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ബാക്കി മറന്നതാണ് അരിപ്പൊടിയുടെയും കോൺഫ്ലവറിൻ്റെ ഒക്കെ കാര്യം. പിന്നെ ഓരോ സമയത്ത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിന് വ്യത്യാസങ്ങളൊന്നുമില്ല, നന്നായിട്ട് ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓരോ ഇതിലായിട്ട് നന്നായിട്ട് മാരിനേറ്റ്, ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടി നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കേട്ടോ. അതിലിടയ്ക്ക് ഒരു ചിക്കൻ്റെ എല്ല് കൊണ്ട് എൻ്റെ കയ്യിൽ മുറിയാവുകയും ചെയ്തു. എന്നാലും സാരമില്ല എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും നന്നായിട്ട് മാരിനേറ്റ് ചെയ്താൽ ഈ കളറായി വന്നു കേട്ടോ. പിന്നെ ഈ കളർ വന്നതിന് ശേഷം ഞാൻ പിന്നെ ആഡ് ചെയ്തത് ഞാൻ അരിപ്പൊടിയും കോൺഫ്ലവറും. അതൊക്കെ ഈ ടീസ്പൂൺ വീതമാണ് ഞാൻ സ്പൂണിലാണ് അരിപ്പൊടിയും കോൺഫ്ലവറും ആഡ് ചെയ്തത് കേട്ടോ. ഒരു സ്പൂണ് അരിപ്പൊടിയും ഒരു സ്പൂണ് കോൺഫ്ലവറും ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. ഇത് നന്നായിട്ട്, അപ്പോൾ ചിക്കൻ്റെ ഒരു ക്രിസ്പിയും ഒരു ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ശരിക്കും ഞങ്ങളൊന്നും ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇത് ചതച്ച് വെച്ച വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് എടുത്തു. നന്നായിട്ട് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് എടുക്കേണ്ടത് ഒരു മുട്ടയാണ്. ആ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ആ മുട്ടയും ഇതെല്ലാം കൂടി ഒന്നും കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആഡ് ആവും. പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ മുറ്റത്തുള്ളതാണ്. കറിവേപ്പില വേഗം പോയി പൊട്ടിച്ച് വന്നിട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു അതിൽ. എന്നിട്ട് വീണ്ടും ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടി ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ മുകളിൽ ഞാൻ അതിൽ തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്തു. പിന്നെ മുഴുവൻ പെരിഞ്ജീരകമാണ്, പൊടിച്ച പെരിഞ്ജീരക പൗഡറും ഉണ്ട്. പിന്നെ മുഴുവൻ പെരിഞ്ജീരകവും ആഡ് ചെയ്തു. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പും കൂടിയിട്ട് ചതച്ചതാണ്. പിന്നെ ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും മാരിനേറ്റ് ചെയ്തു നമ്മൾ. എന്നിട്ട് നന്നായിട്ട് ഇപ്പോൾ ഈ റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ വേറെ ചെറിയൊരു സൂത്രക്കൂട്ടും കൂടി ആഡ് ചെയ്തു. അത് ശരിക്കും അവരത് പറയുന്നില്ല. ഞാനൊരു നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് മിക്സിയിൽ അരച്ച് അരിപ്പയിൽ അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത്രയും റെഡ് കളറിൽ വന്നത് കേട്ടോ. അത് വേറെ കളറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചീനച്ചട്ടി നല്ല ചൂടായി ചെന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ എൻ്റെ കുപ്പിയിലത്തെ വെളിച്ചെണ്ണ കഴിഞ്ഞിരുന്നു, ഇത് ലാസ്റ്റായിരുന്നു അത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ പുതിയൊരു പാക്കറ്റും കൊണ്ട് വെളിച്ചെണ്ണ പൊട്ടിച്ചു അതിലേക്ക് ഒഴിച്ചു കേട്ടോ. കേരയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് ആ ചിക്കൻ മുങ്ങിക്കിടക്കാവുന്ന അത്രയും വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. എന്നാലും ഞാൻ ഒരു എന്താ പറയുക, വെളിച്ചെണ്ണ ഉണ്ടായെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ കറിവേപ്പിലിട്ടൊന്ന് നോക്കി. അപ്പം വെളിച്ചെണ്ണ നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഓരോ പീസുകളായിട്ട് അതിലേക്ക് ഇട്ടിട്ട് 3-4 ട്രിപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ 4 പീസ് വരെ നമ്മൾ ഇട്ടു. ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ബാക്കി കംപ്ലീറ്റ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. 2.5 കിലോളടുത്തം 2,200 ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചിക്കനും ഞാൻ ഈ വെളിച്ചെണ്ണയിൽ ഇതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടേ ഇല്ല വേറെ.
അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എല്ലാവർക്കും ആവാൻ വേണ്ടിയിട്ട് നോക്കി. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും മുങ്ങും ആ ചിക്കനിൽ. അപ്പോൾ നല്ല മുങ്ങിയിട്ട് വെളിച്ചെണ്ണ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ആ ചിക്കൻ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3-4 സെക്കൻഡ് വെക്കുക. എന്നിട്ടൊന്ന് എന്താ പറയുക ചിക്കൻ ഒന്ന് മറിച്ചിടുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്നെടുത്തിട്ട് മുകളിലേക്ക് പൊന്തിക്കുക, താഴേക്ക്, അതായത് എയർ കയറാനാണ് ഇതിലേക്ക്. എന്നിട്ട് വീണ്ടും ചിക്കൻ അരിക്കിട്ടിട്ട് വീണ്ടും വേവിക്കുക. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടില്ല. ഇത് ചിക്കൻ ഫ്രൈ ആയി. ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അത് ഏട്ടനും കൂടി വന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു അടുത്ത റെസിപ്പി വരാവേ.